सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमाह्निकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमाह्निकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज അച്ഛന് കുളിക്കാൻ വെള്ളം തിളപ്പിച്ച് കുളിമുറിയിൽ വെച്ചിട്ടുണ്ടേ. ശരി മോളെ. എന്റെ അമ്മണി ഒന്ന് വാങ്ങിയോട്ടെ, ഒന്നാമതേ വയ്യ, അതിന്റെ കൂടെ നീ ഈ അനുസരണക്കേട് കാണിക്കാതെ. എന്റെ അമ്മ എത്ര തവണ പറഞ്ഞിട്ടുള്ള ഈ പശുവിനെ അഴിച്ചു കെട്ടുന്ന ജോലി അമ്മ ചെയ്യരുതെന്ന്. ഒന്നാമതേ വയ്യ, അതിന്റെ കൂട്ടത്തിൽ മുട്ടിന് തേയ്മാനവും. ഇന്നലെ കൂടി ഡോക്ടറെ കണ്ടിട്ട് വന്നതല്ലേ ഉള്ളൂ. എന്റെ മോളെ, പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ? എത്ര പറഞ്ഞാലും അവള് കേൾക്കത്തില്ല. ഒന്ന് വീഴുമ്പോ താനേ പഠിച്ചോളും. അടങ്ങി നിൽക്കേണ്ട അമ്മണി. അമ്മയെ കുളിക്കാൻ പുളിയില ഇട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടേ. ശരി മോളെ. മോളെ, ഗോവിന്ദൻകുട്ടി വന്ന് രാവിലെ പശുവിനെ കറന്നോ? ആ വന്നമ്മേ. വന്നിട്ട് ഈ വട്ടം പശുവിന് കറവ് കുറവാന്ന് പറയുകയും ചെയ്തു. കള്ളന് കഞ്ഞി വെച്ചവനാ, പാൽ മറച്ചു വിറ്റതാ. അവനിങ് വരട്ടെ. അവിടെ നില്ലടാ. എന്താ അമ്മാവാ? ഞാൻ ഇവിടെ തൊട്ടടുത്ത് നിൽക്കുന്ന നീ കണ്ടില്ലയോ? എന്നിട്ട് പത്രം എന്റെ കയ്യിൽ തരാതെ എന്തിനാടാ വലിച്ചെറിഞ്ഞത്? എന്റെ പൊന്ന അമ്മാവാ, ബുദ്ധിമുട്ടുള്ള കാര്യമോ? രാവിലെ തന്നെ 100 വീട്ടിൽ പത്രം ഇടാനുള്ളതാ. ഇങ്ങനെ ഓരോ വീട്ടിലും ഇറങ്ങി ചെന്ന് കൈ കൊടുക്കുവാന്ന് പറഞ്ഞാൽ ഭയങ്കര നടക്കാത്ത കാര്യം. എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വയസ്സുകാലത്ത് നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. നീ എന്താ വേണമെന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോ കുഞ്ഞേ. എന്തോ പറയാനാന്ന് പറ. എന്ത് ചെയ്താലും കുറ്റമാണല്ലോ എന്റെ ദൈവമേ. ദക്ഷിണാമൂർത്തേ നിതൃക്കാൽക്കലികാന ദക്ഷിണ വച്ചു ഞാൻ നമിപ്പു അജ്ഞാനമകന്നുത്തരോത്തരമുയരാ സർവജ്ഞനാം നീ അനുഗ്രഹിക്കൂ ദക്ഷിണാമൂർത്തേ നിതൃക്കാൽക്കലികാന ദക്ഷിണ വച്ചു ഞാൻ നമിപ്പു അജ്ഞാനമകന്നുത്തരോത്തരമുയരാ സർവജ്ഞനാം നീ അനുഗ്രഹിക്കൂ ദക്ഷിണാമൂർത്തേ നിതൃക്കാൽക്കലികാന ദക്ഷിണ വച്ചു ശംഭോ മഹാദേവ. ഫീസിൽ 15% വർധന. ചായ എടുക്കട്ടെ അച്ഛാ? എടുത്തോളൂ അഞ്ജലി. അമ്പിളി മോൾ എഴുന്നേറ്റില്ലേ? ഇല്ല അച്ഛാ. ദേ വരുന്നു മോളെ. ആഹാ, അമ്മയുടെ ചക്കരവാവ എഴുന്നേറ്റോ? അമ്മയുടെ പൊന്നുമോളി പാല് മുഴുവൻ കുടിച്ചേ. അമ്മയുടെ പൊന്നുമോളി പാല് മുഴുവൻ കുടിച്ചാ അമ്മ വൈകിട്ട് അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ മോക്കും മാലയും വളയും ഒക്കെ വാങ്ങിത്തരാം. കുടിച്ചേ.
മിടുക്കി. അമ്പിളിമോൾ എഴുന്നേറ്റൊന്നും കാത്ത് മുത്തശ്ശൻ വെളിയിൽ ഇരിപ്പുണ്ട്. അമ്മയ്ക്കടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്. മോള് മുത്തശ്ശന്റെ അടുത്തേക്ക് ചെല്ലോട്ടോ. ആഹാ, അമ്പിളി പോലെ എഴുന്നേറ്റോ? എടാ, ഇവക്കിത് എന്തു പറ്റി? അച്ഛാ, ഇങ്ങോട്ട് എടുത്തോളൂ അഞ്ജലി. ഇതാ അച്ഛ ചായ. ആ, ദേ ഗോവിന്ദൻ ചേട്ടൻ വരുന്നു. അവനീ വരട്ടെ. മോളു രാമൻകൊച്ചേട്ടോ. മിണ്ടല്ലേ നീ. എടാ ഗോവിന്ദൻകുട്ടിയെ, ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞല്ലോ. ആ, എന്താ രാമൻകൊച്ചേട്ടാ? ചായ എടുക്കട്ടെ ഗോവിന്ദൻ ചേട്ടാ? ആ, എടുത്തോ മോളെ. നീയേ പാല് മറിച്ച് വിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞല്ലോ. മുഖത്ത് നോക്കി രാമൻകൊച്ചേട്ടാ. മുഖത്ത് നോക്കി? അല്ല, ഇങ്ങനെ സത്യം പറയണ്ടെന്നാ ഉദ്ദേശിച്ചത്. പ്രാരാബ്ദം കൊണ്ടല്ലേ കൊച്ചേട്ടാ, നമുക്കൊക്കെ എങ്ങനെയും ഒന്ന് ജീവിക്കണ്ടേ. തൊഴിൽ മര്യാദകേട് കാണിച്ചിട്ടാണോടാ നിന്റെ പ്രാരാബ്ധം തീർക്കുന്നത്? ദാ നിർത്തി. ഇന്നത്തോടു കൂടി ഗോവിന്ദൻകുട്ടി ഈ പാല് മറിച്ച് വിൽക്കുന്ന പരിപാടി നിർത്തി. ഇനി മേല ചെയ്യത്തില്ല. ആ, നിർത്തിയാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ എന്നല്ല, നിർത്തി കൊച്ചേട്ടാ. ഇനി മേല ഈ പരിപാടി ചെയ്യത്തില്ല ഗോവിന്ദൻകുട്ടി. ചായ. രമേശൻ വരാറായില്ല അഞ്ജലി? പോയിട്ടല്ലേ ഉള്ളൂ. ഇനിയിപ്പോ 4-5 മാസം കഴിഞ്ഞിട്ടേ വരവുണ്ടാവുള്ളൂ. രമേശൻ വിളിച്ചില്ലല്ലോ മോളെ ഇന്നലെ. ജോലി തിരക്കായിരിക്കും അച്ഛാ. അവനോട് ഞാൻ പറഞ്ഞതാ എല്ലാം നിർത്തി ഇങ്ങ് പോരാൻ. ഇവിടെ വന്ന് വല്ല ബിസിനസ്സും തുടങ്ങാമെന്ന്. അന്യ നാട്ടിൽ പോയി കിടന്നാലൊന്ന് കാണാൻ പോലും പറ്റില്ലല്ലോ. ആരാ മോളെ, ഗോവിന്ദൻകുട്ടിയാണോ അത്? അതെ അമ്മേ, ഗോവിന്ദൻ ചേട്ടനെ ഒന്ന് കാണണമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു അമ്മ, കറവയുടെ കാര്യം പറഞ്ഞ്. എന്റെ പൊന്നേ വേണ്ട. രാമൻകൊച്ചേട്ടനാണ് ഇത്രയ്ക്ക് ഇത്ര ഉള്ളതെന്ന് നമുക്കറിയാം. ശാരദേച്ചിയാണ് എന്നെ നിർത്തിപ്പോരിക്കും. പോട്ടെ രാമൻ ചേട്ടാ. മോളെ ഞാൻ ഇറങ്ങുവാ. അച്ഛാ ചായ കുടിക്കുക, അതിരുന്നാറും. ആ കാര്യം ഞാൻ അങ്ങ് മറന്നു മോളെ. അമ്പിളി മോളെ തുത്തുരു. ഷോ, ഒരാവശ്യവും ഇല്ലായിരുന്നു. മോളെ അവനങ്ങ് പോയോ? അമ്മയുടെ വിളി കേട്ടപ്പോഴേ ആള് സ്ഥലം അവനെ എപ്പോഴെങ്കിലും എന്റെ കയ്യിൽ കിട്ടും. മണ്ണി കളിക്കാതെ അകത്തു വാ അമ്പിളി. അമ്പിളി, നിന്റെ മേല് മൊത്തം അഴുക്കാകും. നീ കളിക്കാതെ അകത്ത് പോ. എവിടെ കേൾക്കാനാ? പ്രിയപ്പെട്ട നാട്ടുകാരെ, കാരാഴ്മക്കൂട്ടം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വർഷങ്ങൾ തോറും നടത്തിവരാറുള്ള നാടകോത്സവം പതിവ് പോലെ ഈ വർഷവും മേടമാസം 27-ാം തീയതി അമ്പലപ്പറമ്പിൽ വെച്ച് നടത്തുന്ന വിവരം വ്യസന സമേതം അറിയിച്ചുകൊള്ളുന്നു. മരണത്തിന്റെ അനൗൺസ്മെന്റ് ആണെന്ന് വിചാരിച്ചു. സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു നാട്ടുകാരെ. നാടകത്തിന്റെ പേരാണ് അമ്മക്കിളിക്കൂട്. മൈക്ക് ഓഫ് ആക്കടാ. അവിടെ വെച്ചാറാ, വൈകിട്ട് ടച്ചിങ്സിനുള്ള കപ്പലണ്ടിയാ. മൈക്കോണ, നാട്ടുകാരെല്ലാം കേൾക്കും. എന്തൊരു തൊല്ലയാന്ന് നോക്കിക്കോ. അതേ നാട്ടുകാരെ, ഹൃദയസ്പർശനമായ മനസ്സിൽ ടച്ചിങ് ആയിട്ടുള്ള നാടകമാണ് വൈകിട്ട് അരങ്ങേറാൻ പോകുന്നത്. കുടുംബസമേതം ഏവർക്കും വരാം, ആസ്വദിക്കാം, പങ്കുചേരാം. എന്തോ പണിയാണ് വിടക്കെ നീ കാണിച്ചേ? ഞാനിപ്പോൾ എന്നാ ചെയ്യാനാ? ഞാൻ പറഞ്ഞതല്ലേ അനൗൺസ്മെന്റ് വരുമ്പോൾ ഇമാതിരി കട്ടറി വീഴം പോകണമെന്ന സാധനം കൊണ്ട് ഇറങ്ങില്ലെന്ന്. കേട്ടില്ലല്ലോ നിങ്ങൾ? വിട് അനൗൺസ്മെന്റ് നടക്കട്ടെ, എനിക്ക് വേറെ ഓട്ടോ ഉള്ള. നീ നേരെ രമേശണ്ണന്റെ അങ്ങോട്ട് വണ്ടി വിടും. അതെന്തിനാ? നാടകം നടത്താൻ കാശ് വേണം. കാശ് വിരിക്കണ്ടേ? വേണം. എന്നാ നീ നേരെ വണ്ടി അങ്ങോട്ട് വിടും. ഇനി ഞാൻ പറയാതെ നീ എന്തിലേലും തൊട്ടാലാ. ഓണാക്കട കൊച്ചു ചേർക്കാൻ നീ. പ്രിയപ്പെട്ട നാട്ടുകാരെ, കാരാഴ്മക്കൂട്ടം ഇതാരാ? രാമൻ കൊച്ചേട്ടാ. ഇവന്മാരായിരുന്നു. എന്താടാ ഭാസി? രാമൻ കൊച്ചേട്ടനൊന്നും അറിഞ്ഞില്ലായിരുന്നു? രമേശേട്ടനൊന്നും പറഞ്ഞില്ലേ നാടകത്തിന്റെ പിരിവിന്റെ കാര്യം? ഇല്ല, അവൻ എന്നോടൊന്നും പറഞ്ഞില്ല. എന്നോട് ഇന്നലെ വിളിച്ചു പറഞ്ഞു വീട്ടിൽ ചെന്ന് 2000 രൂപ വാങ്ങിച്ചോളാൻ.
2000 രൂപയോ? ഭാസി, നീ വെറുതെ കള്ളം പറയരുത്. രാമകൊച്ചേട്ടൻ നേരിട്ട് അങ്ങ് ചോദിക്കും, ഇത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ. വേണ്ട വേണ്ട, വിളിക്കുകയൊന്നും വേണ്ട. അവൻ പറഞ്ഞു വിട്ടതല്ലയോ. ഏതായാലും ഞാൻ പോയി പൈസ എടുത്തോണ്ട് വരാം. സത്യം പറ എൻ്റെ ബാസി, രമേശൻ എത്ര രൂപ മേടിച്ചോളാണ് പറഞ്ഞേ? 1000. പിന്നെ എന്തിനാണ് നീ 2000 രൂപ പറഞ്ഞേ? ഇതുപോലെ എല്ലാ വർഷവും നാടകം നടത്തണ്ടേ? പൈസ വേണം അതിന്. 1000 രൂപ നമ്മൾ അടുത്ത നാടക ഫണ്ടിലേക്ക് ഇടുന്നു. രമേശൻ അറിഞ്ഞ വിഷയാവത്തില്ലയോ? പുള്ളിയൊന്നും പറയത്തില്ല, അതെനിക്ക് ഉറപ്പാ. അതല്ല ഇത്ര ധൈര്യത്തിൽ ഞാൻ വന്ന് ചോദിച്ചേ. ഇങ്ങനെയാ മണ്ണപ്പം ചുടുന്നത്? കണ്ടാ കണ്ടാ? നമ്മുടെ കൂടെ വന്ന കൊച്ചിറക്കൻ എന്താടാ? അതോണ്ടിരിക്കുന്നവൻ. ഇങ്ങോട്ട് വാടാ. മാമനിപ്പം വരാം കേട്ടാ. നാണമില്ല നിനക്ക്? ഇനിയെങ്കിലും ഒന്ന് ഒതുങ്ങിക്കൂടായോ? കൊച്ചു പിള്ളേരോട് മണ്ണപ്പം ചുട്ട് കളിക്കുന്നു. അത് പിന്നെ അറിയാത്ത കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പുണ്യപ്രവൃത്തിയല്ലേ ചേട്ടായി? പിന്നെ വലിയ കാര്യം അത്. ദേ രാമൻകൊച്ചേട്ടൻ വരുന്നു. രസീത് എന്തിയടാ? എടാ രസീത് എഴുതി കൊടുക്കടാ. എന്നാ പോട്ടെ രാമൻകൊച്ചേട്ടാ. രമേശ് ചേട്ടൻ വിളിക്കുമ്പോൾ ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞേക്കണം. ശരി ശരി, ചെല്ല്. മോളെ ടാറ്റാ. അമ്പിളി മോള് പോയി മുത്തശ്ശന്റെ വെറ്റിലച്ചെല്ലോ ഇങ്ങ് എടുത്തോണ്ട് വരാമോ? എന്തുവാ മുത്തശ്ശ, കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശന്റെ വെറ്റിലച്ചെല്ല എടുത്തോണ്ട് വരാൻ പറയുന്നേ? അമ്പടി കേമി. ഇന്ന് മുത്തച്ഛൻ ഇട്ടൊരു പണി കൊടുക്കണം. അഞ്ജലി, ശാന്തയോട് പറയൂ അച്ഛന് ചമ്മന്തിക്ക് എരിവ് കുറച്ച് മതിയെന്ന്. ശരി അമ്മേ. ശാന്തേച്ചി, അച്ഛന് ചമ്മന്തിക്ക് എരിവ് കുറച്ച് മതി കേട്ടോ. ഓ. ഓ, അമ്പിളിമോൾ എഴുന്നേറ്റോ? എഴുന്നേറ്റു മുത്തശ്ശി. അയ്യോ പിന്നെന്താ, ഇന്നെന്താ അമ്പിളിക്ക് മുത്തശ്ശനോട് പ്രത്യേകിച്ചൊരു സ്നേഹം? ഒന്നുമില്ല മുത്തശ്ശ. അയ്യോ, എന്ത് പറ്റിയച്ചാ? അയ്യോ, ഇതെന്ത് പറ്റിയച്ചാ? അമ്പിളി എന്ത് അച്ഛാ? അമ്പിളി എന്താ അമ്പിളി നീ കാണിച്ചേ? പ്രായം ചെന്നവരോടാണോ നിന്റെ ഈ വിളച്ചില്? നല്ല അടിക്കിടത്തിന് കുറവാ നിനക്ക്. ചെയ്യുമോ ഇനി ഇങ്ങനെ? നീ എന്തിനാ കൊച്ചിനെ വഴക്ക് പറഞ്ഞത്? അവൾക്ക് ഈയിടെയായിട്ട് കുറച്ച് കുരുത്തക്കേട് കൂടുന്നുണ്ട്. കുഞ്ഞുങ്ങളായാൽ അങ്ങനെയൊക്കെ എല്ലാ വീട്ടിലും. ഇപ്പൊ എങ്ങനെയുണ്ട്?